അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാലുള്ള മെച്ചം എന്താ അറിയോ? അയാൾ എന്തെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴേക്ക് അതിന്റെ വഴികൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. അയാളെ അള്ളാഹു വേഗം ഏറ്റെടുക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ അതിന്റെ ആമുഖം ദീർഘിപ്പിക്കാനല്ല, ഇത് നിർബന്ധമായി കേൾക്കേണ്ട ആമുഖമായതുകൊണ്ടാണ് വിഷയത്തിന്റെ കാമ്പിലേക്ക് കിടക്കാത്തത്. മനുഷ്യന്മാര് 4 തരത്തിലുണ്ടാവും. ഒന്ന് അബ്ദുള്ള, അള്ളാന്റെ അടിമ, അത് ഞാൻ പറയാം. 2 അബ്ദുൽ സൗജ, ഭാര്യന്റെ അടിമ, പെൺകൂസ് എന്നാണ് മലയാളത്തില് ചില നാട്ടിലൊക്കെ പറയല്. അത് എല്ലാ നാട്ടിലും അതന്നെ പറഞ്ഞോളിയെന്ന എന്റെ അഭിപ്രായം. 3 അബ്ദുൽ ദീനാർ, പൈസന്റെ അടിമ. 4 അബ്ദുൽ ഹവ, ശരീരത്തിന്റെ അല്ലെങ്കിൽ ഇച്ഛയുടെ. ഇവിടെ പറയാൻ ഒരു സുഖക്കുറവുണ്ട്. ഇച്ഛ എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്യേഷ്ഠനും കാരണവർക്കൊക്കെ ഇച്ഛ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദേഹേച്ഛയുടെ ശരീരാഗ്രഹത്തിന്റെ അടിമ. 4 അടിമകളാണ് ടോട്ടൽ മനുഷ്യന്മാരിൽ ഉണ്ടാവുക. 4 അടിമകൾ. ഒന്ന് അബ്ദുള്ള, അള്ളാന്റെ അടിമ. അള്ളാന്റെ അടിമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറയുമ്പോഴും ഒരു അബ്ദുള്ളയായിട്ടേ സംസാരിക്കുള്ളൂ. എന്ത് പറയുമ്പോഴും ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പോസ്റ്റാണ് അബ്ദ് എന്നുള്ളത്, അടിമ. അബ്ദുഹു വറസൂലുഹു എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാം. അബ്ദുഹു വറസൂലുഹു, ആദ്യം പറയൽ അള്ളാന്റെ അടിമ എന്നാ പറയാ. വറസൂലുഹു, അള്ളാന്റെ റസൂൽ എന്ന് രണ്ടാമതാ പറയാം. ഈ അബ്ദാവുക എന്ന് പറഞ്ഞാൽ അപാരമായ കഴിവാണ്. അബ്ദാവുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. അയാൾ പരമാവധി താവും. രണ്ടാമത്തത് അയാൾ ഭയങ്കര അഭിമാനമുള്ള ആളായിരിക്കും. ഞാൻ അള്ളാന്റെ അടിമയല്ലേ എന്നുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള സന്ദർഭങ്ങൾ ഉണ്ടായ 2 സന്ദർഭമാണ്. ഒന്ന് ഇസ്രാഉം മറ്റൊന്ന് മിഅ്റാജും. ഇസ്രാ എന്നുള്ള ഇനിയാണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചത്. ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര, ദെൻ അങ്ങോട്ടേക്കുള്ള ആകാശലോകത്തേക്കുള്ള യാത്രയാണ് മിഅ്റാജ്. ഈ ഇസ്രായിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി, എന്റെ അടിമയെ, എന്റെ അടിമയെ കണ്ട, എന്റെ അടിമയെ ഞാൻ കണ്ട. ഇനി മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോൾ പറയണത് വൗഹ ഇലാ അബ്ദിഹി മൗഹ, എന്റെ അടിമക്ക് ഞാൻ വേണ്ടെല്ലാം കൊടുത്തു, നിങ്ങൾ അതിൽ ഇടപെടുമാണ് കൊടുത്തിട്ടുണ്ട്. എന്റെ അടിമക്ക് കണ്ടങ്ങള് ആ പ്രയോഗം കണ്ടങ്ങള്, എന്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ തന്നെ അങ്ങനെയാ പരിചയപ്പെടുത്തല്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും ഒരു മനുഷ്യൻ തന്നെ. ജിന്നും മലക്കും ഒന്നും എന്നെ കണ്ടിട്ട് തോന്നണം.